എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 68 വർഷം പൂർത്തിയാകുന്നു. നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. ദയാശീലനും സ്നേഹസമ്പന്നനുമായ മാവേലി തമ്പുരാനുമാണ് കേരളം. പരശുരാമൻ മഴ പറഞ്ഞുണ്ടാക്കിയ കേരളം. ഐതിഹാസികമായ പഴങ്കഥകൾ ഏറെയുണ്ടെങ്കിലും അടിസ്ഥാനപരമായി കേരള രൂപീകരണം 1956 നവംബർ 1-നായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് വർഷങ്ങൾക്ക് ശേഷവും കേരളം ഒരു സംസ്ഥാനമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. 1956 സംസ്ഥാന പുനഃസംഘടന നിയമപ്രകാരം കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നിങ്ങനെ 3 മേഖലകളായി കിടന്നിരുന്ന കേരളത്തെ ലയിപ്പിച്ച് ഒരു സംസ്ഥാനമാക്കി. അന്നു മുതൽ നവംബർ 1 കേരളപ്പിറവി ദിനമായി നാം ആചരിക്കുന്നു. ഒപ്പം മലയാള ഭാഷാ ദിനമായി. നമ്മുടെ കേരളം മലനാടും ഇടനാടും തീരപ്രദേശവുമായി പങ്കിടുന്ന നമ്മുടെ മലയാള നാട്. ആയോധന കല പെരുമയും താളമേള കൊഴുപ്പും കഥകളിയുടെ കാഴ്ച വസന്തവും നിറയുന്ന നാട്. കാടും കരയും കടലും അറിയുന്ന മനുഷ്യർ കൂടിക്കഴിയുന്ന നാട്. പള്ളിമണികളും ശംഖനാദങ്ങളും തക്ബീർ ധ്വനികളും ഓടക്കുഴൽ നാദം പോലെ ഒഴുകി പരന്നൊഴുകുന്ന ദേശം. തുഞ്ചനും കുഞ്ചനും ചെറുശ്ശേരിയും ചൊല്ലി നിറഞ്ഞ നാട്. എല്ലാവരും ഒന്നുന്ന സാഹോദര്യ പെരുമ പെരുമ്പറ കൊട്ടി ഐതിഹ്യം മയങ്ങുന്ന നാട്. ഇതാണ് നമ്മുടെ കേരളം. കേരനിലകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്. നിറപൊലിയേകാമെന്നരിയഞ്ഞരിനാൾ പുരുവിള നേരും നോരിയ നാടിക പാടാ കുട്ടനാടി നീണം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കൂട്ടുകാരെ, ഞാനാണ് തിരുവനന്തപുരം. കേരളത്തിന്റെ തെക്കേറ്റത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് തമിഴ്നാടും ചേർന്നതാണ് എൻ്റെ അതിരുകൾ. 1956 ഞാൻ രൂപീകൃതമായത്. അനന്ത പത്മനാഭൻ ഉറങ്ങുന്ന മണ്ണ്. കേരളത്തിന്റെ തലസ്ഥാനമാണ് ഞാൻ. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നതും എന്നിലാണ്. കൂട്ടുകാരെ, ഞാൻ ഒട്ടും മോശക്കാരനല്ല. കൊല്ലം എന്നാണ് എൻ്റെ പേര്. അഷ്ടമുട്ടിക്കായലിൻ്റെ തീരത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. വ്യവസായപരമായി വളരെ പ്രശസ്തമായ ഞാൻ കേരളത്തിലെ 4ാമത്തെ വലിയ നഗരവും കോർപ്പറേഷൻ ഏരിയയുടെ കാര്യത്തിൽ 5ാമത്തെ വലിയ നഗരവുമാണ് ഞാൻ. കശുവണ്ടി സംസ്കരണത്തിനും കയർ നിർമ്മാണത്തിനും പേര് കേട്ടത് കൊല്ലമായ ഞാൻ തന്നെ. കൂട്ടരെ, നിങ്ങൾക്കിനെ മനസ്സിലായോ? ഞാനാണ് പത്തനംതിട്ട. സഹ്യപർവ്വതത്തിന്റെ മടിത്തട്ടിലെ ഒരു മലയോര നഗരം. പ്രശസ്തമായ ശബരിമല, ആനവളർത്തൽ കേന്ദ്രമായ കോന്നി എന്നിവ എവിടെയാ? ഈ പത്തനംതിട്ടയിൽ. 1982 നവംബർ 1-നാണ് ഞാൻ രൂപീകൃതമായത്. സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ജില്ലയിൽ ഞാൻ തന്നെ. കൂട്ടുകാരെ, നിങ്ങൾ എന്നെ മറന്നോ? ഞാനാണ് ആലപ്പുഴ. 1957 ഓഗസ്റ്റ് 17-നാണ് ഞാൻ ഉണ്ടായത്. 1990-ലാണ് ആലപ്പി എന്നെൻ്റെ ഔദ്യോഗിക നാമം ആലപ്പുഴ എന്നാക്കി മാറ്റിയത്. കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിക്കപ്പെടുന്ന ഞാൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ്. കേരളത്തിൽ മലകളും വനഭൂമിയും ഇല്ലാത്ത ജില്ലയും ഞാൻ തന്നെ. കയർ വ്യവസായത്തിൽ 1-ാം സ്ഥാനം ഞാൻ തന്നെ. വള്ളം കളിയുടെ നാട്, കേരളത്തിൻ്റെ നിലറ, ഇതൊക്കെ എൻ്റെ വിശേഷണങ്ങളാണ്. 1952 ആരംഭിച്ച നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്നതും എൻ്റെ പുന്നമടക്കായലിലാണ്. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ സ്വന്തം കോട്ടയം. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം. 1949 ജൂലൈ 1-നാണ് ഞാൻ രൂപീകൃതമായത്. മലയാള പത്രപ്രവർത്തനത്തിന്റെ ഈറ്റില്യമാണ് ഞാൻ. അക്ഷരനഗരമെന്നും ഞാൻ അറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഞാനാണ്. എന്നെ ഓർമ്മയില്ല,
1972 ജനുവരി 26-നാണ് ഞാൻ രൂപീകരിക്കപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ വൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്ന ഏക ജില്ലയും ഇടുക്കി തന്നെയാണ്. കേരളത്തിലെ ജലവൈദ്യുതി പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന കുമളിയും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് എറണാകുളം. എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. 1958 ഏപ്രിൽ 1-നാണ് ഞാൻ രൂപം കൊണ്ടത്. കൊച്ചി നഗരത്തിലെ കിഴക്കൻ ഭാഗത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന കാലത്ത് ഋഷിനാഗകുളം എന്നും ഞാൻ അറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ വാണിജ്യ തലസ്ഥാനമെന്നും സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയിൽ ഞാൻ തന്നെയാണ്. എൻ്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും കൊണ്ട് സമ്പന്നമാണ്. സ്വരങ്ങളുണരും കലയുടെ സംഗീതം. രാഗം നീ, താളം നീ, രാഗം ആത്മീയം നീ, രാഗതരംഗത്തിൻ ഹരിനാമം പാടി ഭാവസംഗീതത്തിൻ ഗാനാമൃതം. സ്വരരാഗമേ സ്വരതാളമേ, സപ്തസ്വരങ്ങളുണരും കലയുടെ സംഗീതം.